الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون ബഹുമാന്യരായ സഹോദരങ്ങളെ വിശ്വാസികളെ സർവ്വലോകരക്ഷകനായ അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് സാലിഹീങ്ങളായി നല്ലവരായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ എല്ലാ ഫضലുകളും നിഅമത്തുകളും അവൻ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിലേക്ക് വരുന്നവർ സാധാരണ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകൾപ്പെട്ടതാണ് ആദ്യത്തെ സഫുകൾ പൂർത്തീകരിച്ച് സഫുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ സഫ് പോലും പൂർണ്ണമല്ല. അതുകൊണ്ട് മുൻപിലെ സഫുകൾ പൂർത്തീകരിച്ച് ഏറ്റവും പിറകിലിരിക്കുന്നവർ ഏറ്റവും മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന സഫിലേക്ക് കയറിയിരിക്കലാണ് ഇസ്ലാമിലെ ജുമഅയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ. അത് പരിഗണിച്ചുകൊണ്ട് സഫുകളിലേക്ക് കയറിയിരുന്ന് പൂർത്തീകരിച്ചിരിക്കുക വരാൻ ഇനി വരുന്ന ആളുകൾക്ക് തടസ്സമാകാത്ത രൂപത്തിൽ വളരെ കൃത്യമായി നമ്മളതിന് ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണേണ്ടുന്ന കാര്യമാണ് നിർഭയത്വത്തിന്റെ ജീവിതം. പേടിയില്ലാതെ തന്റെ കോലയിൽ തന്റെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങാൻ കഴിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ മഹാഭാഗ്യമാണ്. ദീനും കുടുംബവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ട് ഭീതിയോടുകൂടെ ജീവിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട്, എത്ര മനുഷ്യരുണ്ട്. യുദ്ധഭൂമികൾ, സംഘർഷഭൂമികളുടെ ചിത്രങ്ങളൊന്ന് വായിച്ചൊന്ന് കണ്ടു നോക്കിയാൽ, ആ വാർത്തകൾ എടുത്ത് വായിച്ചാൽ മരിച്ചു കിടക്കുന്ന മൃതശരീരങ്ങൾക്ക് പോലും സ്വസ്ഥത കൊടുക്കാത്ത പ്രദേശങ്ങളെ നമ്മുടെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിർഭയത്വം സ്ഥാപിക്കാൻ, അതിനു വേണ്ടുന്ന സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള ഒരു ദിനത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിയവരായിരിക്കണം. ഒരു രാജ്യത്തിന്റെ നിർഭയത്വവും സമാധാനവും നിലനിർത്താൻ ആവശ്യമായ ഒട്ടനേകം നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് പാലിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, വിശ്വാസപരമായി വലിയ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടുന്ന കാര്യമാണ് തന്റെ ഈമാൻ നന്നാക്കുക എന്നത്. ഈമാനിൽ, വിശ്വാസത്തിൽ തകരാറില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാകൂ. സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലദീന ആമനു, ഒരു വിഭാഗം ആളുകൾ അവർ നിർഭയരാണ്, അവർ സന്മാർഗം ലഭിക്കപ്പെട്ടവരാണ്. ആരാണവർ? അല്ലദീന ആമനു, അവർ സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്. വലം യൽബിസൂ
ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ഒരു അക്രമവും ഒരു അന്യായവും കലരാത്തവരാണ്, ഈമാനിൽ പരിക്ക് പറ്റാത്തവരാണ്, ഈമാനിൽ തകർച്ച പറ്റാത്തവരാണ്. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ, അവരാണ് ഹിദായത്ത് ലഭിക്കപ്പെട്ടവർ. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഖുർആൻ പറയുന്നത് വിശ്വാസ ശുദ്ധിയാണ്, തൗഹീദുള്ളവരാകലാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ഇത്തിബാഅോടെ ജീവിക്കാൻ ശ്രമിക്കലാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, ചില നാടുകൾ, ആ നാടുകൾക്ക് നിർഭയത്വം കിട്ടണമെങ്കിൽ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവർക്ക് ഭയത്തിനു ശേഷം നാം അവർക്ക് നിർഭയത്വം നൽകുന്നതാണ്, പകരം കൊടുക്കുന്നതാണ്. എപ്പോഴാണ്? യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ ആരാധിക്കട്ടെ, എന്നിൽ ഒരിക്കലും പങ്കു ചേർക്കാതെ അവർ ജീവിക്കട്ടെ. പേടിയുള്ള കാലത്തിന് ശേഷം നാം അവർക്ക് നിർഭയത്വത്തിന്റെ കാലം കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ഖുർആൻ നമ്മളോട് പറയാണ്, ഈ നിർദ്ദേശങ്ങളൊന്ന് പാലിച്ചാൽ നമുക്കൊരു രാജ്യത്ത് നിർഭയത്വ ജീവിതത്തിന് സാധ്യത വർദ്ധിക്കും. മറ്റു ചില പ്രദേശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയാണ്, ചില നാടുകൾ നല്ല സുഖമായി ജീവിക്കുകയാണ്. ഖുർആൻ പ്രയോഗിച്ച വാക്ക് റഹദൻ എന്ന നല്ല സമൃദ്ധമായ സമ്പൽ സമൃദ്ധി കൊണ്ട് ഹരിതാമമായ ഭൂമി കൊണ്ട് ജീവിച്ചിരുന്ന ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യർക്ക് ആ നാട് തകരാനുള്ള കാരണം ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യരുതേ എന്ന് പറയാൻ. കിട്ടിയ നിഅമത്തൊന്നും അവർക്ക് വിലമതിക്കാൻ കഴിഞ്ഞില്ല. അവർ അല്ലാഹുവിനോട് നിഅമത്തുകൾക്ക് നന്ദികേട് കാണിച്ചു. കേരളത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ആലോചിച്ച് നോക്കുന്നു, വെള്ളത്തിന് വെള്ളം, കാലാവസ്ഥ, സമ്പത്ത്, സമൃദ്ധി, ഏത് രംഗം എടുത്തു നോക്കിയാലും അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച ഒരു ഖൗമ്, അല്ലാഹു അവരെ അനുഭവിപ്പിച്ചു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പട്ടിണിയുടെയും ഭയത്തിന്റെയും വസ്ത്രം അവരെ ധരിപ്പിച്ചു. ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നിർഭയത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഖുർആൻ പറയാണ്, നിങ്ങളുടെ രാജ്യങ്ങളിൽ ഈമാനുള്ള തഖ്വയുള്ള ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് നിർഭയത്വം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു ബറക്കത്ത് തരുന്ന പറഞ്ഞു. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഒരു രാജ്യക്കാരായിരുന്നാൽ, ആമനൂ, അവർ ശരിക്കും സത്യവിശ്വാസികളായാൽ, വത്തഖൗ, അവർ നന്നായി തഖ്വയുള്ളവരായി ജീവിച്ചാൽ, പാർട്ടികളെക്കാൾ, വ്യക്തികളെക്കാൾ, അധികാര സ്ഥാനങ്ങളെക്കാൾ സത്യവിശ്വാസികളായി തഖ്വയുള്ളവരായി ഒരു രാജ്യക്കാർ, ഒരു നാട്ടുകാർ ജീവിച്ചാൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് കൊടുക്കും. ആകാശത്ത് നിന്ന് ബർക്കത്ത്, മഴ, ഭൂമിയിൽ നിന്ന് ബർക്കത്ത്, സമ്പത്ത്, സമൃദ്ധി, എല്ലാം എല്ലാം എപ്പോഴാ കൊടുക്കുക? ആ നാട്ടുകാർക്ക് ഈമാൻ കിട്ടണം, തഖ്വയുള്ളവരായി മാറിയാൽ പടച്ച റബ്ബിന്റെ മഹത്തായ ബർക്കത്തുകൾ ആ രാജ്യത്തിന് കൊടുക്കും. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഖുർആൻ പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. രണ്ട്, അല്ലാഹുവിന്റെ ഈ വിഷയങ്ങളിലുള്ള നിർഭയത്വത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് ലഭിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ, അതിനുവേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടത് ഒരു തവക്കുലിന്റെ മനസ്സുണ്ടാകണം. തവക്കുലിന്റെ മനസ്സിന് പകരം നമ്മൾ ജനങ്ങളെ ആശ്രയിക്കുക, അതല്ലെങ്കിൽ വേറെന്തിനെങ്കിലും ഒക്കെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് പകരം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയൊക്കെ പടച്ചോന്റെ അടുത്ത് കിടക്കുന്ന കാര്യം. അല്ലാഹുവിൽ അങ്ങേയറ്റത്തെ തവക്കുലിന്റെ മനസ്സുള്ളവരായി നമ്മൾ മാറണം. ഇനി വിശുദ്ധ ഖുർആനിൽ തവക്കുൽ എന്ന അറബി വാക്ക് 42 സ്ഥലത്താണ് ഉപയോഗിച്ചത്. എന്താ ഇത്രമാണത് പറയാനുള്ളത്? അതൊരു വിശ്വാസിയുടെ മഹത്തരമായ ക്വാളിറ്റിയാണ്. അല്ലാഹുവിൽ തവക്കുൽ
തവക്കുലാക്കി ബലമേൽപ്പിച്ച് ജീവിച്ചോ? ഇന്നക അലൽ ഹഖിൽ മുബീൻ. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നീ യഥാർത്ഥ സത്യത്തിലായി നീ മാറുകയാണ്. പടച്ചോൻ രക്ഷിക്കും, പടച്ചവൻ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന യഥാർത്ഥ തവക്കുൽ ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും ജീവനില്ലാത്ത മരണപ്പെട്ടവരെ അല്ല നിങ്ങൾ തവക്കുലാക്കേണ്ടത്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത എന്നും എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിലാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത്. പടച്ചോനാണ് ഞങ്ങളെ എല്ലാത്തിനും കഴിവുള്ളവരെന്ന വിശ്വാസം. അങ്ങനെ വന്നാൽ ആരെങ്കിലും അല്ലാഹുവിൽ അടിയുറച്ച് തവക്കുലാക്കി എന്ന് ജീവിച്ചാൽ അവന് അല്ലാഹ് മതിയായവനാണ്. അല്ലാഹ് പരിഹരിച്ചു തരും പ്രശ്നങ്ങളെ. അവൻ അല്ലാഹ് മതിയായവനാണ്. വീട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മൾ പറയുന്നത് അതായിരുന്നു, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നുണ്ട്. എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഞാൻ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും ഏൽപ്പിക്കാൻ കഴിയുന്നത് എന്റെ റബ്ബിലാണ്. ഞാൻ അവനിൽ വരമേൽപ്പിക്കുന്നു. അവന്റെ തീരുമാനം എന്താണെങ്കിൽ അത് നടക്കും. നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചവനെ, നീ ഒരു കാര്യം തന്നാൽ ഇവിടെ തടുക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞാൽ അത് കൊണ്ടുവരാനും ഇവിടെ കഴിയില്ല എന്ന് നമ്മുടെ മനസ്സിനെ എല്ലാ 5 വക്തിലും ബോധ്യപ്പെടുത്തുന്നവരാണ് നമ്മൾ. ആ തവക്കുൽ കൂട്ടി ഉറപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, എന്തൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ദുആയാണ്, പ്രാർത്ഥനയും. നബിയാക്കന്മാരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങൾ വായിച്ചു നോക്കി. നമ്മൾ അനുഭവിച്ചതിനേക്കാൾ 10 മടങ്ങ് അനുഭവിച്ചവരുണ്ട്. 950 കൊല്ലക്കാലം ഒരു നാട്ടിൽ സംസാരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി പരിവർത്തനത്തിന് ശ്രമിച്ചിട്ട് ആളെ കിട്ടാത്ത നോഹ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കുക. തീരുടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിച്ചു നോക്കുക. പ്രവാചകന്മാർ അവരുടെ ജീവിത പ്രതിസന്ധികളിൽ പരിഹാരം കണ്ടെത്തിയത് പടച്ചോനെ റബ്ബേ എന്ന അകമഴിഞ്ഞ പ്രാർത്ഥനയായിരുന്നു. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുക. പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം പോരാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കൂല എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. നമ്മുടെ മനസ്സിന് പ്രാർത്ഥനയുണ്ടാവണം. ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين. കാനൂത്തിന്റെ ജാലൂത്തിന്റെ സംഭവം പറഞ്ഞിട്ട് അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, ഞങ്ങൾക്ക് നല്ല ക്ഷമ തരണേ, ഞങ്ങൾക്ക് നല്ല ക്ഷമ തരണേ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകണേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങളായ ജനങ്ങൾക്കുമേൽ അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണം. പറഞ്ഞു എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്ന ആമന റസൂലി എന്ന് പറയുന്ന 2 ആയത്തിന്റെ ഇടയിൽ നമ്മൾ എന്താ വിളിച്ചു പറയുന്നത്? വഅഫു അന്നാ വഅഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് മനസ്സ് തട്ടിയിട്ട് പറയണം. പടച്ചോനെ, ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ഖൗമിന്റെ കാര്യത്തിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥന, സമാനമായ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉപയോഗപ്പെടുത്തുക. 4ാമത്തെ കാര്യം, നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നിരാശ. ഒട്ടനേകം ആളുകളുമായി വീടുകളിൽ കയറി അല്ലെങ്കിൽ പരസ്പര സൗഹൃദത്തിന്റെ പേരിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 80% ആളുകൾ നിരാശയിലാണ്. കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ നിരാശ ഒരു വിശ്വാസിയുടെ വാക്കിലും പ്രവർത്തനത്തിലും ഉണ്ടാകരുത്. അത് ഞാൻ എന്റെ ഒരു പിൻബലത്തിൽ സംസാരിക്കുകയല്ല. വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം നിങ്ങൾ വായിക്കുക. സമ്പത്ത് കൊണ്ട് കോർപ്പറേറ്റ് മുതലാളിയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ സകല തകരിപ്പണിമായ ജീവിതം കാണിച്ചു ഖാറൂൻ. എന്തേന്ന് പൈസ തകർത്ത് കളഞ്ഞു. അധികാരം വെച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യം കൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ച ഫിർഔനിനെ നശിപ്പിച്ച ചരിത്രം പഠിപ്പിച്ചു. മന്ത്രിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഹാമാന്റെ
നാടിന്റെ നാശം പഠിപ്പിച്ചെന്നു. രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്ന നമ്രൂദിന്റെ പതനം പഠിപ്പിച്ചു തന്നു. എന്തിനാണെന്നറിയോ? പ്രതീക്ഷയുള്ളവരാകണം മനുഷ്യരെന്ന് പഠിപ്പിക്കാൻ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം 29-30 കൊല്ലക്കാലത്തോളം തന്റെ മകനെ കാണാതെയായി യൂസുഫ്. അവസാനം ഏറ്റവും ചെറിയ മോനായി ബിന്യാമീനെയും കാണാതെയായി. 2 മക്കളെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കാണാതെയായ സന്ദർഭം വന്നപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ജീവിച്ചിരിപ്പുള്ള കയ്യിലുള്ള മക്കളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, യാ ബനിയ, കുഞ്ഞുമക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, അന്വേഷിക്കണം. ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന യൂസുഫിനെയും അവന്റെ സഹോദരനായ ബിന്യാമിനെയും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പോയി വീണ്ടും വീണ്ടും അന്വേഷിക്കണം. വലാ തയസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. സ്വന്തം മകനെ കാണാത്ത വാപ്പ പറയണത്, മക്കളെ നിങ്ങൾ നിരാശരാകരുത്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിരാശയുടെ പ്രയോഗങ്ങളും ആ നിലക്കുള്ള നിലപാടുകളും കാഫിരീങ്ങൾക്കല്ലാതെ ഉണ്ടാവില്ല. വിശ്വാസിക്കത് വരാൻ പാടില്ല. അതുകൊണ്ട് പ്രതീക്ഷയുള്ള വാക്കുകളാവണം, പ്രവർത്തനങ്ങളാവണം, അത്തരം മെസ്സേജുകളാവണം, അത്തരം സന്ദേശങ്ങളാകണം പ്രചരിപ്പിക്കേണ്ടത്. അതുകൊണ്ടൊരു നാട്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും നിർഭയത്വത്തോടെ ജീവിക്കാൻ ഇസ്ലാം ഒരുപാട് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ആ ശ്രമങ്ങൾ നമ്മൾ പരമാവധി നീതിബോധത്തോടെ പുലർത്താൻ ചെയ്യാൻ ശ്രമിക്കുകയും തവക്കുലാക്കി ദുആ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നന്മക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി കാത്തിരിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക. അല്ലാഹു നമ്മെ സഹായിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിച്ചു ജീവിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ 2720 നമ്പർ ഹദീസിൽ ഒരു ചെറിയ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന 5 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. ഒരുപക്ഷെ ആ ഒരു ചെറിയ 2-3 സെന്റൻസുകൾ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു കാര്യം ചോദിക്കാനില്ലാത്ത വിധേന എല്ലാം ഉൾക്കൊള്ളിച്ച ചില പ്രയോഗങ്ങൾ. ഹദീസ് വായിക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥനയുടെ അധികാരങ്ങളുടെ പുസ്തകങ്ങൾ മേടിച്ച് നിത്യജീവിതത്തിലെ പ്രസക്തമായ പ്രാർത്ഥനകൾ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മുടെ വീട് ദുആയുള്ള വീടാണ്. ഖബറിടങ്ങൾ പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റുകളും സ്വലാത്തുകളും ഔറാദുകളും ഒക്കെ പാലിക്കുന്ന അവസ്ഥകൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ. സകല പ്രാർത്ഥനകൾ അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചതായി പഠിപ്പിച്ചതെല്ലാം അല്ലാഹുവിനോടാണ്. ഒരു നബിയോടും ഔലിയയോടും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തരണം. കാരണം എന്റെ എല്ലാ കാലത്തിന്റെയും സുരക്ഷിതത്വം ദീനാണ്. ദീനില്ലാതെ ജീവിതമില്ല. ദീൻ ഒഴിവാക്കിയവൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. എല്ലാത്തിന്റെയും അടിത്തറ ദീനാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ ദീനിനെ മുറുകെ പിടിച്ച് അതിന്റെ സംരക്ഷണമായി കൊണ്ട് എനിക്ക് നൽകി തരണം. എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന.
അടുത്തത് അല്ലാഹുവേ എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണം. കാരണം അല്ലതീ ഫിഹാ മആശി, ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണല്ലോ. ഇതിലെല്ലാം പറ്റും. എന്റെ വീട്, കുടുംബം, മക്കൾ, ജോലി, കച്ചവടം എല്ലാം എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണം പടച്ചോനെ. ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലല്ലേ. എനിക്ക് നാളേക്കുള്ള വിജയത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീ നൽകണേ. വജഅൽ വസ്ലിഹ് ലി ആഖിറതി, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണേ. മൂന്നാമത്തെ കാര്യം, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണേ. കാരണം അല്ലതീ ഫിഹാ മആദി, ഈ ചെറിയ ജീവിതം കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകാനുള്ളത് ആ പരലോകത്തേക്ക്. ചൂട് പിടിച്ച ഈ ദിനങ്ങൾ നമുക്ക് ഭയമുണ്ട്. ഉഷ്ണതരംഗം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുന്നുണ്ട്. ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട് തരുന്ന ഒരു പരലോകം വരാനിരിക്കുന്നു. മരങ്ങളില്ലാത്ത, ചെടികളില്ലാത്ത, മലകളില്ലാത്ത ഒരു നിരന്ന പ്രദേശത്ത് കോടാനുകോടി മനുഷ്യരെ നിർത്തി ഒരു വിചാരണ വരാനിരിക്കുന്നു. 34 കോടി ദിയ കൊടുത്താൽ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ഒരു ദുനിയാവാണെങ്കിൽ 500 കോടി കൊടുത്താലും രക്ഷപ്പെടാത്ത ഒരു പരലോക കോടതി വരാനുണ്ട് എന്ന മനസ്സ് നമുക്കുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണം. കാരണം ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി പോകാനുള്ളവനാണ്. നാലാമത് ചോദിക്കുന്നത് വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ, അല്ലാഹുവേ എന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഖൈർ അധികരിപ്പിച്ചു നൽകണേ. എനിക്ക് എല്ലാ ഖൈറുകളും അധികരിപ്പിച്ചു നൽകണേ, ബർക്കത്ത് അധികരിപ്പിച്ചു നൽകണേ. എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ ഭാഗത്ത് അവസാനം വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, എന്റെ മരണം എല്ലാ ശർറുകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന മരണമാക്കി, റാഹത്തുള്ള മരണമാക്കി തരണം. ആത്മഹത്യാ മരണമല്ല, അപകട ദുരന്ത മരണങ്ങളല്ല, ഈമാനില്ലാത്ത മരണമല്ല, എല്ലാ ശർറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നല്ല മരണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ വാചകങ്ങളിലൂടെ വലിയ ആശയങ്ങളെ നൽകുന്ന ഈ ദുആ നമ്മൾ പതിവാക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിലക്കുമുള്ള നമ്മുടെ ജീവിതത്തിന്റെ നന്മകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയും അതിൽ മുന്നേറുവാനുള്ള ഒരു താല്പര്യവും മനസ്സും അത് നിലനിർത്തുവാനുള്ള മഹത്തായ ഈമാനം നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വിട പറഞ്ഞു പോയി. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യ പണ്ഡിത സഹോദരൻ ഫൈസൽ മൗലവിയുടെ മാതാവ് ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് അവരെ മറവ് ചെയ്യപ്പെട്ടത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കാരക്കാട് പ്രദേശത്ത് നമുക്കൊരു പുതിയ പള്ളി ലഭിക്കുകയും അത് നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ നമ്മെ സഹായിക്കുകയും ചെയ്ത സഹോദരന്റെ ഭാര്യ ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ ആളുകൾ മഴയുടെ കെടുതികളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. അല്ലാഹുവേ, നീ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മഴയില്ലാത്തതിന്റെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് ഉപകാരമായ മഴയെ നീ വർഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ അഗ്സ്നാ അല്ലാഹുമ്മ സ്ഖിനാ ഗൈഫൻ മുഗീഫൻ മരീന. അല്ലാഹുവേ, ദീനിന്റെ മാർഗ്ഗത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നീ സഹായിക്കണമേ റഹ്മാനെ. പള്ളി പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഇതിന്റെ കമ്മിറ്റിയെ നമ്മൾ ഏറെ പ്രശംസിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത ഈ ടോയ്ലറ്റ് പ്രദേശ ഭാഗത്ത് ചെറിയ പരിമിതികൾ നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വലുതാക്കേണ്ടതുണ്ട്, വൃത്തിയാക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ അവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ കുറച്ച് സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. കഴിയാവുന്നവരൊക്കെ ദീനിന്റെ മാർഗത്തിൽ പള്ളിയുടെ കാര്യത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിവൃദ്ധിയും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവനുസരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും അതിന്റെ വിജയത്തിന് സഹായിക്കാനും ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളൊക്കെ വേനൽക്കാല അവധികൾ ആരംഭിച്ചു. വെറും കളികളും വിനോദങ്ങളും മാത്രമായി കഴിഞ്ഞു പോകുന്ന 2-3 മാസങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മക്കൾക്ക് ലഭിക്കുന്ന ഒരുപാട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഈ പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി 28-ാം തീയതി മുതൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മറൈസ് എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് 9-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് വരാനിരിക്കുക. നമ്മുടെ ഓരോ രക്ഷിതാക്കളും സ്വന്തം പെൺമക്കളുടെ കാര്യത്തിൽ
പ്രതീക്ഷയുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യാൻ അനുബന്ധമായ കൗണ്ടറുകൾ പുറത്തുണ്ടാവും. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ. നിർഭയത്വമുള്ള രാജ്യമാക്കി ഞങ്ങളെ രാജ്യത്തെ നീ മാറ്റിത്തരണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ അധികാരവും പദവികളും നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ, പ്രതീക്ഷയുള്ള സമാധാനത്തിന്റെ നാളുകൾ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങൾ നീ വിജയത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തകളിലേക്ക് ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അവരുടെ ഗൂഢതന്ത്രങ്ങളെ നീ പൊളിച്ചു കളയണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിൽ നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشف مرضانا واغفر لموتانا. اللهم ربنا آمنا فاكتبنا مع الشاهدين. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.